ഞാൻ അതിന് മുമ്പ് ചില ഇൻഫർമേഷൻസ് ആണ്, അതിനോട് നിങ്ങൾക്ക് യോജിപ്പൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ചർച്ചകളിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബീഹാറിൽ UP-യിലെ വോട്ടർമാർ, അവിടെ തന്നെ നോക്കൂ, വാൽമീകി നഗർ മണ്ഡലത്തിൽ 5000-ൽ പരം UP-ക്കാരാണ് ബീഹാറിൽ വോട്ടർമാരായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബീഹാറിൽ ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ബീഹാറിൽ ഒരു വീട്ടിൽ കമ്മീഷൻ കണ്ടെത്തി ഒരു വീട്ടിൽ 240 വോട്ടർമാരെ ചേർത്തിരിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞു മാത്രം, പ്രേക്ഷകരുടെ മുമ്പാകെ വെച്ച ഇതിനകത്ത് സിമ്പിളാണ് കാര്യങ്ങൾ. അത് കോടതിയിൽ വരട്ടെ, കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരു എക്സസൈസ് ഇപ്പോൾ ബീഹാറിൽ നടത്തുന്നു. അപ്പോൾ നടത്തുന്ന സമയത്ത് ഞാനും താങ്കളും തന്നെ ആ ചർച്ചകളിൽ ഒരുമിച്ചിരുന്നവരാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് ബീഹാറിൽ, അതായത് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ആ പറയുന്ന വോട്ടർ പട്ടിക, അതന്നെ വോട്ടർ പട്ടിക കോടതി ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും ബോധ്യമുണ്ട്. അത്തരത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഇടപെടലുകളെ പല സ്ഥലങ്ങളിലും എതിർക്കുകയും അത് മറ്റു സ്ഥലങ്ങളിൽ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വ്യാഖ്യാനവും വേണ്ട, വിട്ടേക്കൂ. ഞാൻ പറഞ്ഞത് പുതിയ മാധ്യമ വാർത്തകൾ മാത്രമാണ്. രണ്ടാമത്തേത് ഒരു നിമിഷം ഞാൻ പിന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതി ബീഹാറിന്റെ കാര്യത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു കഴിഞ്ഞു. ആധാരമായി 3 ദിവസത്തിനുള്ളിൽ പട്ടിക പ്രസിദ്ധീകരിക്കണം. മരണത്തിന്റെ പേരിൽ, മരിച്ചു എന്നതിന്റെ പേരിൽ ഒഴിവാക്കിയവരുടെ പേര് പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന നിലയിൽ കോടതി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഞാൻ തൃശ്ശൂരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു നന്ദു. ഞാൻ ശ്രീ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പാർട്ടിയെ കുറിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ, അതിൽ 1-2 കാര്യങ്ങൾ ഒരു ചെറിയൊരു ക്ലാരിറ്റി അല്ല. അടുത്ത് CPM-ന്റെ അദ്ദേഹം അത് പറഞ്ഞോട്ടെ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്ന ശ്രീ ലാൽ സാർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയൊരു ക്ലാരിറ്റി എനിക്ക് വരും. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്റെ പാർട്ടിയെ നിങ്ങൾ ഡിഫെയിം ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് BJP-യും അല്ലെങ്കിൽ BJP തൃശ്ശൂരിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങളിൽ വിജയം കൊയ്തത് എന്ന് പറഞ്ഞു വെക്കാനാണ് രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 ബൂത്തുകളിൽ കേരളത്തിൽ റീപോളിംഗ് നടന്നു. ഈ 4 ബൂത്തുകളിൽ തൃശ്ശൂരിൽ മണ്ഡലങ്ങളൊന്നുമില്ല, തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളൊന്നും തന്നെ ഇല്ല, ഈ പറയുന്ന ആറ്റിങ്ങലിലെ മണ്ഡലങ്ങളൊന്നും തന്നെ ഇല്ല, ആലപ്പുഴയിലെ മണ്ഡലം അത് വന്നില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല, ഇതൊരു ജനാധിപത്യ രീതിയല്ല. ഞാനൊരു ചർച്ചയ്ക്ക് ഞാനൊരു ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്. അപ്പൊ എനിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ശരത്തേട്ട, ഞാൻ പറയുന്ന ഓരോ പോയിന്റിലും ശരത്തേട്ടൻ തുടക്കം മുതൽ ഇടപെടുകയാണ്. എന്താണ് സാങ്കേതികമായ വോട്ടെടുപ്പ് നടക്കുന്നു, ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം വരുന്നിടത്താണ് റീപോളിംഗ് വരുന്നത്. ഇത് ബന്ധപ്പെട്ട് ചേട്ടൻ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ള തർക്കമല്ല. എന്താണ് തർക്കം? തർക്കം വന്നത് എവിടെയാണ്? കല്യാശ്ശേരിയിൽ ഒരു ബൂത്തിൽ തർക്കം വന്നത് എന്താണ്? നിങ്ങളുടെ BLA കാണിച്ചു കൊടുക്കുന്ന ആ പറയുന്ന ചിഹ്നത്തിലെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് കാണിക്കാം, വോട്ടെടുപ്പിൽ CPM-ന് ബൂത്ത് പിടിക്കാം, വോട്ടെടുപ്പിൽ CPM-ന് ഈ പറയുന്ന മിസ്മാനേജ്മെന്റ് ചെയ്യാം. അതിനെല്ലാം ഞങ്ങൾ അപ്പൊ നിങ്ങൾക്കൊരു അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത് ശരത്തേട്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ശരത്തേട്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന മാനിപ്പുലേഷൻ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകണമായിരുന്നു. നിങ്ങൾ അത് പോയിട്ടില്ല. അങ്ങനെ പോയ സ്ഥലങ്ങൾ CPM-ന്റെ പേരിലാണ് അത്തരം കള്ളവോട്ടുകൾ വന്നിട്ടുള്ളതാണ്.